സംഘർഷങ്ങളും വെടിവെപ്പും കാരണം വിവാദത്തിലായ ഗാസയിലെ പുതിയ സഹായ വിതരണ കേന്ദ്രവും താൽക്കാലത്തേക്ക് അടച്ചു. UN ഏജൻസികളെ മറികടന്ന് ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത സഹകരണത്തിൽ തുടങ്ങിയ കേന്ദ്രമാണ് പൂട്ടിയത്. ഉണ്ടായിരുന്ന ഏക കേന്ദ്രവും പൂട്ടിയതോടെ ഉപരോധത്തിൽ വലയുന്ന ഗാസയിൽ സ്ഥിതിഗതികൾ വഷളാകും. മാനുഷിക സഹായം ഹമാസ് തട്ടിയെടുക്കാതിരിക്കാൻ എന്നു കാണിച്ച് UN ഏജൻസികളെ മറികടന്ന് തുടങ്ങിയ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ കേന്ദ്രം തുടങ്ങിയത് മുതൽ ഇതുവരെ ശരിയായി പ്രവർത്തിച്ചിട്ടില്ല. വിവാദങ്ങൾക്കിടെ തുറന്ന ഈ സഹായ വിതരണ കേന്ദ്രത്തിൽ ഭക്ഷണ സാമഗ്രികൾ തികയാതെ ജനം കേന്ദ്രത്തിലേക്ക് ഇരച്ചുകയറുകയും വെടിവയ്പുണ്ടാകുകയും ചെയ്തിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടതായി വിവിധ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ മാത്രം 27 പേരാണ് മരിച്ചത്. ഹമാസും ഇസ്രായേലും ഇക്കാര്യത്തിൽ പരസ്പരം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈനിക നടപടികൾ നടക്കുന്ന മേഖലയെന്ന് കാണിച്ചിട്ടാണ് തൽക്കാലത്തേക്കുള്ള അടയ്ക്കൽ തീരുമാനിച്ചത്. അറ്റകുറ്റപ്പണികൾ തീർത്ത് വൈകാതെ തുറക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത്. മാസങ്ങളായി തുടരുന്ന ഉപരോധത്തിന് പിന്നാലെ ശേഷിച്ച ഏക സഹായ വിതരണ കേന്ദ്രവും പൂട്ടിയത് പ്രതിസന്ധികൾ കൂട്ടുമെന്ന സാഹചര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്നും വ്യക്തമാക്കുന്നു. കൂടാതെ ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഇന്ന് രാവിലെയും ആക്രമണം തുടരുന്നു എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗാസ സിറ്റിയിലെ സെയ്തൂണിൽ 3 പേരും തെക്കൻ ഗാസയിലെ അൽ മവാസിയിൽ 6 പേരും കൊല്ലപ്പെട്ടു. ഗാസയിൽ ഉടനടി ഉപാധികളില്ലാത്തതും സ്ഥിരവുമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് ആവശ്യപ്പെടുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തു. മാത്രമല്ല, അങ്ങനെ ചെയ്ത ഒരേ ഒരു രാജ്യം ഗാസയാണ്. ഗാസയിലെ വിതരണ കേന്ദ്രങ്ങൾ സഹായം തേടി 100 കണക്കിന് പാലസ്തീനികൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ 2ാം ദിവസവും അടച്ചുപൂട്ടൽ നീട്ടിയിരുന്നു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിൽ കുറഞ്ഞത് 54,607 പാലസ്തീനികൾ കൊല്ലപ്പെടുകയും 1,25,341 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 1139 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഗാസയിൽ അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN സുരക്ഷാ കൗൺസിൽ പ്രമേയം വീറ്റോ ചെയ്യാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെ പാലസ്തീൻ സംഘം അപലപിക്കുകയും ഇത് വാഷിംഗ്ടണിന്റെ ഇസ്രായേലിനോടുള്ള അന്ധമായ പക്ഷപാതത്തിന്റെ ഏറ്റവും പുതിയ സൂചനയാണെന്ന് പറയുകയും ചെയ്തു. സുരക്ഷാ കൗൺസിലിലെ 15 രാജ്യങ്ങളിൽ 14 എണ്ണവും പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ഇഷ്ടത്തെയും US ഭരണകൂടം ധിക്കരിക്കുന്നതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. ഈ ധിക്കാരപരമായ നിലപാട് അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള അവരുടെ അവഗണനയെയും പാലസ്തീൻ രക്തച്ചൊരിച്ചിൽ തടയാനുള്ള ഏതൊരു അന്താരാഷ്ട്ര ശ്രമത്തെയും അവർ പൂർണ്ണമായും നിരസിക്കുന്നതിനെയും പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. നിരപരാധികളായ സാധാരണക്കാർക്കെതിരായ ക്രൂരമായ ഉന്മൂലന യുദ്ധം തുടരാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ നീക്കം ഒരു പച്ചക്കൊടി നൽകിയെന്ന് ഹമാസ് കൂട്ടിച്ചേർത്തിരുന്നു. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ UN സുരക്ഷാ കൗൺസിലിന് കഴിയാത്തത് അന്താരാഷ്ട്ര സമൂഹ സ്ഥാപനങ്ങളുടെ പങ്കിനെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും കൺവെൻഷനുകളുടെയും സാധുതകളെക്കുറിച്ചും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുവെന്നും വാദങ്ങൾ വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.